പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 23-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: വചനം കേൾക്കുകയും അത് അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ വിസ്മരിക്കുകയും ചെയ്യുന്നു. നാം ഭക്തിയുള്ളവരും പ്രാർത്ഥിക്കുന്നവരും വചനം വായിക്കുന്നവരും ധ്യാനം കൂടുന്നവരും ഒക്കെയാണ്. എന്നാൽ വചനമാകുന്ന കണ്ണാടിയിൽ നോക്കുന്ന നാം നമ്മുടെ കുറവുകൾ മറന്നുകൊണ്ട്, അവയെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, അവയെ തിരുത്താൻ തയ്യാറാകാത്ത ഭോഷന്മാരായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കാണുന്ന മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുന്നു, അവരുടെ വിശ്വാസവും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നാം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവൃത്തിയും ഒരേപോലെ വരുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് മറ്റുള്ളവരും ഭക്തിയിലും വിശ്വാസത്തിലും വളരുകയും ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയും ഭക്തിയും നമ്മുടെ ജീവിതത്തിന് ഘടകവിരുദ്ധമായി നിൽക്കരുത്. ചിലർ വചനമാകുന്ന കണ്ണാടിയെ നോക്കാൻ മടിക്കുന്നവരാണ്. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഷിച്ച അവസ്ഥ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മിൽ കൂടുതൽ പേരും ധ്യാനം കൂടുന്നവരാണ്. വചനമാകുന്ന കണ്ണാടിയിൽ നോക്കി നമ്മുടെ കുറവുകൾ കണ്ടെത്തുകയും അവ നികത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണാടിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ സമയം എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ തിന്മകൾ നമ്മുടെ ഹൃദയത്തിൽ കുന്നുകൂടുകയും ആത്മാവിൻ്റെ അവസ്ഥ മോശമാകുകയും ചെയ്യും. അതിനാൽ എല്ലാ ദിവസവും ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കി നമ്മുടെ കുറവുകളെ പരിഹരിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി ദുഷിച്ചതും ആത്മാവിൻ്റെ നാശത്തിന് കാരണമാകുകയും ചെയ്യും. മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. അതിനാൽ വസ്ത്രമല്ല, ഹൃദയമാണ് നാം കീറേണ്ടത്. വിശുദ്ധിയെ നശിപ്പിക്കുന്ന ഘടകങ്ങളെ നാം ഉപേക്ഷിക്കണം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നോക്കി നമ്മുടെ ആ അശുദ്ധിയെ കണ്ടെത്തുകയാണ് നാം ചെയ്യേണ്ടത്. കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉടനെ അവ നാം പരിഹരിക്കുകയും ചെയ്യണം. തിന്മയെ ഉപേക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വാശിയും വൈരാഗ്യവും പ്രതികാര ചിന്തയും വിദ്വേഷവും അഹങ്കാരവും എല്ലാം നമ്മുടെ വിശുദ്ധിയെ നശിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ ശത്രുക്കളെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനും നമ്മുടെ ഹൃദയം തയ്യാറാകുമ്പോഴാണ് നാം പ്രകാശത്തിൻ്റെ മക്കളായി മാറുന്നത്. ദൈവവചനമാകുന്ന കണ്ണാടിക്ക് മുൻപിൽ ദിവസവും കുറച്ച് സമയമെങ്കിലും ചെലവഴിച്ച് നമ്മുടെ തെറ്റുകൾ കണ്ടെത്തി അവയെ പരിഹരിക്കാനായിട്ട് നിരന്തരം നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.